കാടമം കെയർ ഹോമിയോ വളം. ഞങ്ങൾ ഏലം കൃഷി ചെയ്യുമ്പോഴത്തേക്കും പ്രതിസന്ധി എന്ന് പറയുന്നത് വിസേറിയൻ ആണ് മെയിൻ. പിന്നെ തണ്ടുവരപ്പൻ, ഇത് എല്ലാമാണ് നമ്മളൊരു ബുദ്ധിമുട്ട്. പിന്നെ അഴുകൽ, മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ അഴുകൽ മാത്രമേ ഉള്ളൂ. ഇത് എത്ര കാലം ഉപയോഗിക്കുന്നുണ്ട് ഈ മനക്കലിന്റെ ഈ ഒരു ഹോമിയോ വളം? 5 വർഷം അടുത്തായി ഉപയോഗിക്കുന്നു. 5 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ 5 വർഷത്തിനിടയിൽ ശരിക്കും നല്ലൊരു മാറ്റം മുന്നത്തെ വിളവെടുപ്പിലും മനസ്സിലായിട്ട്? നേരത്തെ വിളവെടുപ്പിനേക്കാൾ നല്ല മാറ്റമുണ്ട്. അതെ അല്ലേ? പ്രകൃതിദത്തമായ കാടമം കെയർ ഹോമിയോ വളം ജനങ്ങളുടെ ആരോഗ്യത്തെയും രക്ഷപ്പെടുത്തി. അനുഭവങ്ങൾ സാക്ഷി. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് മനക്കൽ അഗ്രോ ഫാർമ കാണുകയും ഫേസ്ബുക്ക് വഴിയാണ് ഇത് നമ്മൾ കണ്ടത്. ഈ കെമിക്കൽ യൂസ് ചെയ്യുന്നതും ഈ പറയുന്ന ഹോമിയോ വളങ്ങൾ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം? ഹോമിയോ വളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. കെമിക്കല്, ഈ രാസവളമെല്ലാം ഉപയോഗിക്കുന്നത് ശരിയല്ല. മണ്ണിന്റെ ഘടനകൾ നഷ്ടപ്പെട്ടു പോകും. ഈ ഹോമിയോ വളങ്ങൾ ഉപയോഗിക്കുന്ന നല്ല ഒരു ആയുസ്സും ആരോഗ്യമായിട്ട് നിൽക്കും. പ്രൊഡക്റ്റ് ഞങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം ചെടി ആദ്യം നിന്നതിനെ കഴിഞ്ഞും ചിരി മാറ്റമായി. പിന്നെ ഇല നല്ല പച്ചപ്പായി. ഇതിനു മുമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം മരുന്ന് മേടിക്കുന്നതിന് മുമ്പ് ഏലം ഫുള്ള് മഞ്ഞ കളറിലായിരുന്നു ഇലയും കാര്യങ്ങളെല്ലാം. ഇനി ഈ പ്രോഡക്റ്റ് വാങ്ങി ഞങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം ഇല ഒരു നല്ല പച്ചയുമായി. പറയുമ്പോഴത്തേക്കും നല്ല കായുണ്ട്, നല്ലൊരു റിസൾട്ട് തരാൻ തുടങ്ങി. ഏലം കർഷകർ രക്ഷപ്പെട്ടു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് പ്രകൃതിദത്തമായ കാടമം കെയർ ഹോമിയോ വളം